ട്രിപ്പ് കൊടുത്തില്ലേ? അത് മതി. ആ യെസ്. നമസ്കാരം ഡോക്ടർ. ആ മതി. നമസ്കാരം. ഇരിക്കും. താങ്ക്സ്. ഈ കോസ്റ്റ്യൂമർ എവിടെ പോയി കിടക്കുക? ഇവനൊക്കെ ഡ്രസ്സ് വെക്കാൻ ഏൽപ്പിച്ച് എന്നെ വേണം തല്ലാൻ. സമയത്തിന് ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ബാക്കപ്പ് ചെയ്തിട്ട് പോകും കേട്ടോ. ഇരിക്കും. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരിക. ഇതെന്റെ ആത്മാർത്ഥ സുഹൃത്ത് പ്രശാന്ത്. ഇവൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടന്ന് ഇപ്പോ നോർമൽ അല്ല. മമ്മൂട്ടിയെ പോലെ ഡ്രസ്സും ചെയ്ത് കറുത്ത കണ്ണടയും വെച്ച് എപ്പോഴും ഈ നടപ്പാ. ഇന്നലെ അമരത്തിലെ മമ്മൂട്ടിയാണെന്നും പറഞ്ഞ് കരയിൽ കിടന്ന വഞ്ചികളെല്ലാം കടലിൽ ഇറക്കിയിട്ടു. ആ മുക്കോമാരെല്ലാം കൂടെ ചേർന്ന് പൊതിരെ തല്ലി. എന്റെ മക പരൂഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. കാക്ക മലന്ന് പറക്കൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തോയി? എന്താണ്ടാ മുണ്ടാട്ട മുട്ടിപ്പോയ? എന്റെ മകളെ ഞാൻ വക്കീലാക്കും, ഡോക്ടറാക്കും, കളക്ടറും ആക്കും. ഇതൊന്നും അല്ല, ചിലപ്പോ മോഹൻലാൽ ദേഹത്തേറും. ഡോക്ടർ, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ്. ഇതൊക്കെ സഹിക്കാം. ചിലപ്പോ ആദ്യ ഭാവത്തിൽ അഭിലാഷാവുമ്പോഴാണ് ഏറ്റവും കുഴപ്പം. നിന്ന നിൽപ്പിൽ ഉടുത്തിരിക്കുന്ന തുണി എല്ലാം പറിച്ചു കളയും. അതിനാ ഞാൻ ഈ ബെൽറ്റ് ഇട്ടിരിക്കുന്നത്. പേരെന്താന്ന് പറഞ്ഞേ? പോൾരാജ്. നിങ്ങളുടെ പേരല്ല? ഓ, പ്രശാന്തിന്റെ. പ്രശാന്ത്. എന്തൊക്കെയുണ്ട് പ്രശാന്ത് വിശേഷങ്ങൾ? അയ്യോ, ദേ വെറും പ്രശാന്ത് അല്ല, കെ പ്രശാന്ത്. ഓക്കെ ഓക്കെ. ആ നോട്ടെ. ഇതത്ര സീരിയസ് ആയ അസുഖമല്ല. ഒരു സിനിമാ നടനാകാൻ കഴിയാത്തതിലുണ്ടായ ഡിപ്രഷനാ. അയ്യോ, അങ്ങനെയല്ല ഡോക്ടർ. 2-3 സൈക്യാട്രിസ്റ്റുകളെ കാണിച്ച ഒരു കുറവുമില്ല. ഇവിടെ അഡ്മിറ്റ് ചെയ്തേ ഒക്കൂ, ഇല്ലെങ്കിൽ ആകെ കുഴപ്പമാ. ഒരു കുഴപ്പമില്ല. ഞാൻ മരുന്ന് തരാം. കുറച്ച് ദിവസം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി. അയ്യോ, അങ്ങനെ പറയരുത് ഡോക്ടർ. അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. രാജകുടുംബത്തിൽ പറഞ്ഞ പയ്യനാ. എത്ര രൂപ മുടക്കാനും തയ്യാറാ. അഡ്മിറ്റ് ചെയ്യാൻ മാത്രം ഒന്നുമില്ലെന്നേ. നീ കിരീടത്തിലെ കീരിക്കാടൻ ജോസിന്റെ അടി കണ്ടിട്ടുണ്ടാ? ഞാൻ പറഞ്ഞില്ലേ സീരിയസ് ആണെന്ന്. അടിയാണോ നിനക്ക്? ഇവരെ കൊണ്ട് ഷോക്ക് കൊടുക്കുക. ഷോക്കൊന്നും വേണ്ട ഡോക്ടർ, അത്രയ്ക്ക് മൂത്തിട്ടില്ല. എന്നെ വിടൂ. ഞാൻ ജീസസ് എന്ന ചിത്രത്തിലെ യേശു ക്രിസ്തുവാണ്. ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണവും കാണിച്ചു കൊടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. എന്നെ അടിക്കൂ ഡോക്ടർ. പാവം. ഇതാ ഞാൻ ഈ കൈ കൊണ്ട് ഡോക്ടർ അടിച്ച്. ഡോക്ടർ സോറി, എനിക്ക് അറിയാതെ പറ്റിപ്പോരാ. എന്നോട് മാപ്പ് തരണം ഡോക്ടർ. ഈ സില്ലി പ്രശ്നം. ഷോക്ക് വേണ്ട, സെല്ലടക്കേ. അയ്യോ, സെല്ല് വേണ്ട ഡോക്ടർ, ജൽവാട് മതി. അതെ, സെല്ലിൽ അടച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല. വിചാരിക്കുന്ന പോലെ? ചികിത്സ അതെ, വളരെ കോംപ്ലിക്കേറ്റാ. നോ 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 നോ. ഇങ്ങനെ വേരിയേഷൻ ഉണ്ടെന്ന് രോഗികളെ ജനറൽ വാർഡ് അഡ്മിറ്റ് ചെയ്തുകൂടാ. സെല്ലിൽ തന്നെ അടക്കണം. കൊണ്ടുപോയിക്കോളൂ. അയ്യോ, സെല്ല് വേണ്ട, എന്നെ വിടൂ. എന്നെ വിടാൻ സെല്ല് വേണ്ട. ഒരു കൂട്ടിന് ഞാനും കൂടെ സെല്ലിൽ കിടന്നോട്ടെ. ഐ സേ ഗെറ്റ് ഔട്ട്. ചേട്ടന്റെ വീട് എനിക്ക് സെല്ലിൽ അടയ്ക്കാൻ പാത്തുള്ള പ്രാന്തായിട്ടില്ല. ചേട്ടാ, പടിപ്പടിയായിട്ടില്ലേ പ്രൊമോഷൻ വേണ്ടത്? ആദ്യം ജനറൽ വാർഡ്, പിന്നെ സ്പെഷ്യൽ വാർഡ്, പിന്നെ സെൽ, പിന്നെ ഷോക്ക്. ഷോക്ക് നിന്റെ തന്തയ്ക്ക് കൊടുത്താൽ മതി. അയ്യോ, വയലന്റ് ആവരുത് ചേട്ടാ. മുട്ട അടിക്കേണ്ടി വരൂ. മുട്ട ഞാൻ കൂടെ ഇവിടെ വന്നാ മതി. കാരണം അറിയണോ? വേണ്ട. എന്നെ വിടും. പട്ടണം പാച്ചു. ആനക്കത്ത് മാധവിയമ്മ, അവര് മരിച്ചിട്ട് 30 വർഷം കഴിഞ്ഞു. മുഖലക്ഷണമെന്ന് പറയട്ടെ. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ്. 5 രൂപ തന്നെ 2 രൂപയുടെ ഫലം പറയും. ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തത് പറയാൻ മടി കാണിക്കത്തില്ല. നല്ല ലക്ഷണം കെട്ട മുഖമാണ്. മകന്റെ നാളെ ഏതാ? പൂണാർത്ഥം. പുണരുന്ന സ്വഭാവക്കാരനാണ്. അങ്ങനെ ഈ ആഴ്ചയിൽ 4 ദിവസങ്ങൾ നല്ല ദിവസങ്ങളല്ല, ബാക്കി 3 ദിവസം മോശമാണ്. ശനി ഞായർ ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരിക്കും. മകന് 48 വയസ്സ് കഴിഞ്ഞാൽ 49 വയസ്സാകും. മകന്റെ മനസ്സിൽ 1-ന് 3-ന് ഇടയ്ക്കുള്ള സംഖ്യ വിചാരിച്ചു. 2 അല്ലേ. മോന്ത കണ്ട പട്ടി കഞ്ഞി കുടിക്കത്തില്ല. ദോഷമില്ല മകനെ, ഗുണം തന്നെ. ഓ, ഇറങ്ങി കുട്ടിച്ചാത്ത, ശരീരത്തിറങ്ങാൻ. എന്നെ പിടിയേട്ടാ, എനിക്ക് ജനറൽ വാർഡ് മതി.
നീ അകത്ത് നിൽക്കായിരുന്നു ഇറങ്ങി വേണം. കണ്ണ് തെറ്റിയാ മതി. എന്തിന്? ഒരു വരെ ആക്കരുത്. ദോഷം പറയരുത്. നിനക്ക് ഈ വേഷം നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. കലക്കൻ. കൊന്നുകളയും ഞാൻ. അവന്റെ ഒരു ഒടുക്കത്തെ പദ്ധതിയും പ്ലാനും ജനറൽ വാർന്നൊക്കെ പറഞ്ഞിട്ടേ അവസാനം ഇപ്പൊ സെല്ലിനകത്തായി. അതെ, നിന്റെ ആക്ഷൻ കുറച്ച് കൂടി പോയതുകൊണ്ടാ. ചില്ലറ ഐഡിയാണോ ഡോക്ടർ ഇടിച്ചത്? നീയല്ലേ പറഞ്ഞ മമ്മൂട്ടി മോഹൻലാലിനെ കുറച്ച് ഓവറായിട്ട് അവനിക്ക്? മമ്മൂട്ടി മോഹൻലാലാണെങ്കിൽ ഡോക്ടർ ഇടിക്കോ? ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാ. ഇപ്പൊ എന്നെ രക്ഷപ്പെടുത്താൻ വേറെ ആരെങ്കിലും വരണം. നീ പേടിക്കാതെ, നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ട്. എടാ, പരിശോധിക്കാനാണെന്നും പറഞ്ഞ് അവർ എന്റെ കുറെ രക്തം ദേഹത്തിന്റെ അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തു. ഭ്രാന്തിന് എന്താണ് രക്തം പരിശോധിക്കുന്നത്? ഏത് ടൈപ്പ് ഭ്രാന്താണെന്ന് അറിയാനായിരിക്കും. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും. ആ യമുന എവിടെയാണ് കിടക്കുന്നതെന്ന് പോയി നോക്കിയിട്ട് വാ. പിന്നെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഇവിടെ പോവാൻ. പ്രഭേ, ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ? മുമ്പ് എനിക്ക് അങ്ങനെ സംശയം ഉണ്ടായി. ഇപ്പോ ഉറപ്പായി. പോ. എന്താ ഇവിടെ? ഞാൻ അറ്റൻഡർ തിരക്ക് വന്നതാ. അറ്റൻഡർ അവിടെ എങ്ങനെ കാണും? ഇവിടെ ആണുങ്ങൾക്ക് വരാനേ പാടില്ല. ഇത് ലേഡീസ് വാർഡാ. പൊയ്ക്കോളൂ. നമസ്തേ. എന്താ യമുനെ കണ്ടോ? കണ്ടു. നമ്മൾ വിചാരിക്കുന്നത് പോലെ ആ കുട്ടിയെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. നല്ല ടൈറ്റ് സെക്യൂരിറ്റിയാ. പേടിത്തൊണ്ടൻ. നിന്നെ പോലത്തെ വിഡ്ഢികൾക്ക് സെക്യൂരിറ്റി വലിയ പ്രശ്നമായിരിക്കും. വളരെ കറക്റ്റാ. നിന്നെ പോലെ കോമൺ സെൻസ് ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ചവിട്ടിക്കോടാ. ആശാന്റെ നെഞ്ചത്ത് തന്നെ കയറി ചവിട്ടിക്കോ. ആശാനോ? ഏത് വകയില്? കണ്ണി കണ്ട അമ്പലപ്പറമ്പിൽ മാട്ട നാടകം കളിച്ചുകൊണ്ടിരുന്ന നിന്നെ പിടിച്ചൊരു പ്രൊഫഷണൽ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആക്കി എന്നോട് തന്നെ നീ ഇത് പറഞ്ഞോടാ. പ്രഭാകര, ഒരു ജെന്യൂൻ സംശയം ചോദിച്ചോട്ടെ. ഇതിനകത്ത് കയറിയ ശേഷം നിനക്ക് ശരിക്കും വട്ടായോ? ദേ നോക്ക്. നോക്കുമെന്ന് വേണ്ട. വന്ന് നിനക്ക് എന്നെ എന്ത് ഞാൻ പറയാമെന്നായിട്ട് പറയുന്നതല്ലോ, നീ എന്നോട് പറയുന്നതല്ലേ. എടാ, എന്റെ ഐഡിയകളും പ്ലാനുകളും അനുസരിച്ച് എന്റെ ഒരു വാലായിട്ട് ഇങ്ങനെ എത്ര കാലം പുറകിക്കുന്നത് നിന്റെ വിചാരം? ഓ, നിന്റെ ഒരു ഐഡിയ. ഇടാ, യമുനെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണല്ലോ നീ ഇതിനകത്ത് കയറി പറ്റിയത്, അല്ലേ? അതിന് ഇപ്പൊ നീ ഇതിനകത്ത് പെർമനന്റ് ആയി പോകുമെന്നാണ് എന്റെ പേടി. എടാ കഴിവേറി, നിന്റെ കൊനസ്റ്റ് പ്ലാൻ അനുസരിച്ച് ഞാൻ ഇതിനകത്തൊന്ന് പെട്ടത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ വീട്ടുകാരെ ഞാൻ നോക്കിക്കോളാം. യമുനയുടെ അമ്മ തരുന്ന കാശിന്റെ ഒരു വിഹിതം നിന്റെ വീട്ടുകാരെ ഞാൻ ഏൽപ്പിച്ചേക്കാം. എന്താ പോരെ? അതിന് നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? പിണങ്ങിയ അങ്ങനെ വഴിക്കുവാ. കലക്കി കൈതാ. പ്രഭാകരനെ സെല്ലിനകത്താക്കിയോ? ഇനി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അയ്യോ, അങ്ങനെ പേടിക്കണമെന്നില്ല അമ്മേ. പ്രഭാകരനെ ജനറൽ വാർഡിലോട്ട് മാറ്റാനുള്ള ചില ഞുടുക്ക് വേലകൾ ഞാൻ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ആ കൃഷ്ണകുമാറിനെ കണ്ട് സംസാരിച്ചാലോ? അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾക്ക് വേണ്ടത് യമുനയും ഇവിടത്തെ സ്വത്തുക്കളുമാണ്. അത് കൊടുക്കാൻ അമ്മ തയ്യാറാവോ? ഇല്ല. പിന്നെ വേണമെങ്കിൽ അമ്മ ചെന്ന് കണ്ടെന്ന് സംസാരിച്ചു നോക്കണം. വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ അവസാനിക്കുമെങ്കിൽ അതല്ലേ നല്ലത്. ഇനി അഥവാ ഞങ്ങളുടെ സഹായമില്ലാതെ കാര്യങ്ങൾ തീർന്നാലും അമ്മ ഞങ്ങളെ ഇവിടുന്ന് വെറും കൈയോടെ പറഞ്ഞയക്കില്ല എന്നുള്ളത് എനിക്കറിയാം. അല്ല, സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്, അതിന്റെ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ. ആന്റിയുടെ സെന്റിമെന്റ്സിനും കണ്ണീരിനൊന്നും എനിക്ക് യാതൊരു പുതുമയില്ല. ഞാൻ എന്തെങ്കിലും മോഹിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നേടിയെടുക്കണമെന്ന് ഭയങ്കര വാശിയാ. അതെന്റെ ഒരു വീക്ക്നെസ് ആണ് ആന്റി. ഞാൻ എന്ത് ചെയ്യാനാ? ഒന്ന് ചോദിച്ചോട്ടെ, എനിക്ക് എന്താണ് ഒരു കുറവ്? സാമ്പത്തികമായി ഞാൻ തീരെ പിന്നിലല്ല. കാണാനും അത്ര മോശമില്ലെന്നാണ് എന്റെ വിശ്വാസം. ശരിയല്ലേ? പിന്നെ യമുന വിവാഹം കഴിക്കണമെന്നല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. അല്ലാതെ ഒരു വെപ്പാട്ടിയായി എന്നോടൊപ്പം കഴിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇനിയും സമയം വൈകിട്ടില്ല. ആന്റി അവളെ ഒന്ന് ഉപദേശിക്കണം. അവൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് ഞാൻ എങ്ങനെയാ നിർബന്ധിക്കുക? നിനക്ക് വിവാഹം കഴിക്കാൻ ഈ നാട്ടിൽ എത്രയോ നല്ല പെൺകുട്ടികളുണ്ട്. എനിക്ക് എന്റെ മോളെ വിട്ടുതാ. യമുനയെ വിവാഹം കഴിക്കുക എന്നത് എന്റെ ഒരു വാശി കൂടിയാണ്.
പിന്നെ എനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർ അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. അയ്യോ, ആന്റി കരയാനുള്ള ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു ചെറിയ കാര്യമല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. യമുനെ എനിക്ക് തരിക, അതൊരു തെറ്റാണോ? മാത്രമല്ല, മെന്റൽ ഹോസ്പിറ്റലിൽ യമുനെ ഡിസ്ചാർജ് ചെയ്താലും അവൾ ആരെങ്കിലും വിവാഹം കഴിക്കും തോന്നുന്നുണ്ടോ? ഭ്രാന്തിയായ ഒരു പെണ്ണിന് വിവാഹം കഴിക്കാനുള്ള വിശാല മനസ്കത നമ്മുടെ സമൂഹത്തിൽ ആർക്കെങ്കിലും ഉണ്ട് ആന്റി. പിന്നൊരു കാര്യം, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. പോലീസ് വഴിയോ കോടതി വഴിയോ യമുനയെ മോചിപ്പിക്കാനുള്ള ശ്രമം വല്ലതും ഉണ്ടായാൽ എന്താ സംഭവിക്കുന്ന അറിയാമല്ലോ. ജീവിതകാലം മുഴുവൻ മകൾ മുഴുവൻ ഭ്രാന്തിയായിരിക്കും. ശരിക്കുള്ള ഭ്രാന്ത്. ആ, കൊച്ചിനെ താഴെടുത്തോ. ഇങ്ങോട്ട് വന്നേ. ചെന്ന് കിടക്കാൻ. സാറേ തേങ്ങാർത്തട്ടെ. മുന്നോട്ട് സാറേ നമസ്കാരം. അടങ്ങി കിടക്കാൻ. അതാരാ? കൊള്ളാം. നല്ല ഉറക്കം, നല്ല ആഹാരം, നല്ല സുന്ദരികളായ നേഴ്സുമാർ, ചുറ്റും നിനക്ക് പറ്റിയ കൂട്ടും. ഇക്കണക്കിന് നീ ഇവിടെ തന്നെ അങ്ങ് താമസായിക്കളയോ? എന്നും കുന്നും നിന്റെ കൂടെയുള്ള താമസനൊക്കെ ഭേദ. നീ അവിടെ പോയി കിടക്കായിരുന്നു. യമുനയുടെ അമ്മച്ചിയെ കാണാൻ പോയിരുന്നു. ഓ, പിന്നെ അവിടെ പോയി കാശ് മേടിച്ചല്ലേ? ഞാൻ നിന്നെ പോലെ അത്ര ചീപ്പാണെന്ന് കരുതിയോ? ഒന്നും വാങ്ങില്ലേ? നിനക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാനെന്നും പറഞ്ഞ് കുറച്ച് രൂപ വാങ്ങിച്ചു, അത്ര തന്നെ. ഓ, നീയൊക്കെ കൂടി എന്റെ വില കളയും. എന്നിട്ടാ ഫ്രൂട്ട്സ് അവിടെ? സോറി, നിനക്ക് വേണമായിരുന്നു. ഞാൻ ഇപ്പൊ തന്നെ അമ്മച്ചി എടുത്ത് പോയി കുറച്ച് രൂപ കൂടെ വാങ്ങിച്ചോണ്ടിരാം. വിലപ്പങ്കോട് പ്രഭാകരൻ സാർ. പ്രശാന്ത്, പ്രശാന്ത്. അതെ, ഇത് പ്രശാന്ത്, അത് വേറെ. സാറല്ലേ? അറിയോ? ഇതെന്ത് പറ്റി? അയ്യോ, എത്ര നല്ല നടനായിരുന്നു. പേരും കൂടി മറന്നുപോയി. ദിവസവും 2-3 നാടകം കളിച്ച് ഉറക്കൊഴിച്ച് സംഭവിച്ചതായിരിക്കുമല്ലേ? എന്നെ ഓർക്കുന്നുണ്ടോ? അന്ന് ആലപ്പുഴയിൽ വെച്ച് ഉൾപ്രേക്ഷ കാണാൻ കണ്ടിട്ട് ഗ്രീൻ റൂമിൽ വന്ന് അഭിനന്ദിച്ച കുഞ്ഞിരാമനാണ് ഞാൻ. കുഞ്ഞിരാമൻ ശില്പി. അയ്യോ, ശില്പിയൊന്നുമല്ല, ഞാനും ഒരു കലാകാരനാണ്, നാടകാസ്വാദകൻ. കലാകാരന്മാരെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. ഒരാഴ്ചക്കകം സാറിന് ഭ്രാന്തിയെ മാറ്റിത്തരും, ഇല്ലെങ്കിൽ എന്റെ പേര് ഞാൻ മാറ്റും. ഇവിടത്തെ സ്റ്റാഫിനും ലേശം വട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. എന്നോട് തനിച്ചാക്കിട്ടോ? നീ ഇതിനകത്ത് സേഫ് അല്ലേ? പേടിക്കാൻ എന്തിരിക്കുന്നു? ഞാൻ നിന്റെ വീട്ടിലും പോയി വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞിട്ട് നാളെ മടങ്ങിയെത്താം. നമ്മൾ എവിടെയെന്ന് അറിയാതെ അവരിടന്ന് വിഷമിക്കുന്നുണ്ടാവും. എന്റെ വീട്ടിൽ പോയി അത് ഇതും പറഞ്ഞു പിടിപ്പിച്ച നിന്നെ ഞാൻ. അതെ, ഇതിനകത്ത് ഇറന്ന് ബോറടിക്കുകയാണെങ്കിൽ അമരത്തിലെ മമ്മൂട്ടിയുടെയും ഭരതത്തിലെ മോഹൻലാലിന്റെയും മിമിക്രിയാണ് ചൊല്ലു. എന്റെ മക പരൂഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. കാക്ക മലന്ന് പറക്കൂന്ന് പറഞ്ഞിട്ട് എന്തോ ആയി. മുണ്ടാട്ടം മുട്ടിപ്പോയ. അമ്മേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. പോളേട്ടന് ആളൊരു സുന്ദരനായിട്ടുണ്ടല്ലോ. പോളേട്ടന് സൗന്ദര്യം കൂടിക്കൂടി വരുന്നുണ്ടെന്ന് പറയുന്നതല്ലേ കുറച്ചുകൂടി കറക്റ്റ്? വല്ല കോൾ എന്തോ ഒത്ത ലക്ഷണം ഉണ്ടല്ലോ പോളേട്ടാ. എല്ലാം പറയാം. നിങ്ങളിത് എവിടെയായിരുന്നു പോളെ? പ്രഭ എവിടെ? നമ്മുടെ കഷ്ടകാലം ഒക്കെ മാറിയമ്മേ. ആ. ഞങ്ങൾ വക്കച്ചന്റെ ട്രൂപ്പിൽ നിന്ന് പോന്നു. ഇപ്പൊ എറണാകുളത്തുള്ള ഒരു പുതിയ ട്രൂപ്പിലാ. ദിവസം 2 കളി വെച്ചുണ്ട്. അടുത്ത ആഴ്ച ഉത്തരേന്ത്യൻ ടൂറിന് പോകാനുള്ള തയ്യാറെടുപ്പില്ല. അതുകൊണ്ടാ പ്രഭ വരാഞ്ഞത്. 1 മാസം കഴിഞ്ഞേ വരൂ. ആ വിവരം ഇവിടെ ഒന്ന് പറയാൻ എന്നോട് പ്രത്യേകം പറഞ്ഞയച്ചു. ബോംബെയിലൊക്കെ ഡ്രസ്സിന് വളരെ വിലക്കുറവാ. ഞങ്ങൾ കുറച്ച് ഡ്രസ് എടുത്തുകൊണ്ട് വരാൻ പറയണം. എനിക്ക് ചുരിദാർ മതിയെന്ന് പറയണം. ഇതൊക്കെ നിങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരില്ലേ? എന്താ ഇത്? 2-3 ദിവസമായി അവന്റെ യാതൊരു വിവരവും ഇല്ലാതായപ്പോ ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. ഈ അമ്മമാരൊക്കെ ഇങ്ങനെയാ. എങ്ങനെ? ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോഴും ഇതേ സിറ്റുവേഷൻ ആയിരുന്നു. അമ്മ ഇതേ ഡയലോഗ്, ഇതേ റിയാക്ഷൻ. അടുത്ത ആഴ്ച ഇവളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. അവനില്ലാതെ എങ്ങനെയാ? അതിനെന്താ, അവരെ ഒന്ന് കണ്ടിട്ട് പൊക്കോട്ടെ. ഉത്തരേന്ത്യൻ ടൂർ കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് ഞങ്ങൾ അവരെ പോയി കണ്ടോളാം. ഇത് പ്രഭാകരൻ തന്നയിച്ചതാ. ഒരു കത്ത് എഴുതാൻ പറയണം. പറയാം. ഞാൻ ഇറങ്ങട്ടെ. മുതലാളി തന്നയിച്ച കാറാ. ഉടനെ മടങ്ങി ചെല്ലണം. ഒരു കാപ്പി കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ ഇപ്പൊ ചില്ലി ചിക്കനും ഫ്രൂട്ട് സാലഡും കഴിച്ചതേ ഉള്ളൂ. ആഹാ. അതെ, കെട്ടാൻ വരുന്നവൻ എന്നെ പോലെ സ്മാർട്ടാണെന്ന് പ്രത്യേകം നോക്കണേ. നോക്കടാ,
ഒരു മുഴുക്കിറുക്കൻ. എന്നത്തോട് ഇതൊരു പുതിയ വാർത്തയാണല്ലോ. പാവം, കണ്ടിട്ട് കൊള്ളാവുന്ന കുടുംബത്തിലേതാണെന്ന് തോന്നുന്നു. ഡോക്ടറുടെ കസിനാ. ഓ, പ്രേമനൈരാശ്യമായിരിക്കും. ഞാനൊരു നാടകം കണ്ടിട്ടുണ്ട്. എന്റെ പ്രേമ കുടീരത്തിൽ ബലി എനിക്ക് പോടോ. ദാ, ഇത് കഴിച്ചു. എനിക്ക് ഭ്രാന്തില്ല. ഭ്രാന്തുണ്ടോ ഇല്ലേ തീരുമാനിക്കുന്ന ഞങ്ങളാണ്. മരുന്ന് കഴിക്കാനല്ലേ പറഞ്ഞു. എനിക്ക് വേണമെന്ന് പറഞ്ഞില്ലേ? വക്കച്ചൻ ചേട്ടൻ ഇങ്ങനെ വാശി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എത്ര കളിയാ ഇങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത്? എന്റെ അമ്മണിക്കുട്ടി നല്ല നടന്മാരില്ലാതെ നാടകം ഇറക്കാൻ പറ്റുമോ? കണ്ട അണ്ടർ അടകൊടുന്ന സ്റ്റേജിൽ കയറി കളിച്ചാലേ എന്റെ വിഷുകാല പൂട്ടും. വക്കച്ച സാർ അവന്മാരോട് കാണിച്ചത് കുറച്ച് കറന്ന കൈയായി പോയി. പരിചയമില്ലാത്ത സ്ഥലത്ത് പാതിരാത്രി നടുറോട്ടിലല്ലേ ഇറക്കി വിട്ടത്. എടാ, ഒരു ദേശത്തിന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. ഇവന്മാർ തിരിച്ചു വരുമെന്നല്ലേ ഞാൻ കരുതിയത്. വാശിക്ക് അവന്മാര് മോശക്കാരൊന്നുമല്ല. വാശിക്ക് വക്കച്ചന് മോശക്കാരനല്ല. വേറെ ഏതെങ്കിലും ട്രൂപ്പ് ചേരുന്നതിന് മുമ്പേ വക്കച്ചൻ സാർ അവന്മാരിങ്ങ് വിളിച്ചോണ്ട് വാ. വക്കച്ചൻ സാറേ, എന്താടി? എന്നെ പല ട്രൂപ്പിലും വിളിക്കുന്നുണ്ട്. ഓ, അതുമല്ല, മദ്രാസിൽ നിന്ന് ഡയറക്ടർ ജയദേവൻ സാറ് ദിവസേന വിളിയാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നാ നീ പോയി ചെയ്യേ. പ്ലീസ് എന്നെ ടെൻഷൻ ആക്കലേ. പ്ലീസ് പ്ലീസ്. ചേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ. ഈ സീസൺ തീരുന്നത് വരെ അവരെ നമ്മൾ സഹിച്ചേ നിവൃത്തിയുള്ളൂ. വക്കച്ചൻ സാർ അവരെ പോയി ഒന്ന് വിളിക്കൂ. അവരെ വിളിക്കണോ വേണ്ടി ഒന്ന് ഞാൻ തീരുമാനിച്ചോളാം. പ്ലീസ് എന്നെ ടെൻഷൻ ആക്കലേ. പ്ലീസ് 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 പ്ലീസ്. ഹലോ, ഹായ്. വീന പള്ളിപ്പെരുന്നാളിന് പോയിട്ട് ഒരാഴ്ചയായല്ലോ. പെരുന്നാളിന് ആന്റിമാരൊക്കെ വന്നിരുന്നു. അവരോടൊപ്പം 2 ദിവസം ടൂറിലായിരുന്നു. പെരുന്നാളിന്റെ പങ്കൊന്നും കൊണ്ടുവന്നില്ലേ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഹോസ്റ്റലിൽ കയറാൻ നേരെ ഇങ്ങോട്ട് തന്നെ വന്നത്. വാ. അല്ല സിസ്റ്ററെ, ഈ ജയിലിൽ നിന്ന് പ്രതികൾ പരോളിൽ പോകുന്ന പോലെ ഇവിടത്തെ രോഗികൾക്കും കൂടെ കൂടെ വീട്ടിൽ പോയിട്ട് വരാം അല്ലേ? ആര് പറഞ്ഞു? അല്ല, ദാ ഇപ്പൊ പോയ ആ കുട്ടി വീട്ടിൽ പോയിട്ട് വന്നതല്ലേ? കൊള്ളാം, അവരിവിടുത്തെ നേഴ്സാ. അതെയാ? പിടിച്ചോ. ഇവിടെ അല്ല, അവിടെ. ഇതെന്താ ഇഞ്ചക്ഷനാ? എനിക്ക് വേണ്ട. ഇഞ്ചക്ഷനും മരുന്നൊക്കെ ഉപയോഗിച്ചെങ്കിലേ എളുപ്പം ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ. സാറിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേക താല്പര്യമുള്ളതാണ്. സമയാസമയങ്ങളിൽ സിസ്റ്റേഴ്സിനെ വിളിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ എന്നോട് വലിയ താല്പര്യം വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പെങ്ങളെ എനിക്കിത് വലിയ പേടി, അതുകൊണ്ട് വേണ്ട. ഓ, സാറിന് മണി ഓർഡർ വല്ലതും വേണോ? വേണം. എന്റെ കയ്യിലില്ല. പറവൂർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായിരുന്നു ഗോപാലൻ. ഒരു വീട്ടിൽ എഴുത്ത് കൊടുക്കാൻ വേണ്ടി ചെന്ന് ഭർത്താവും 2 കുട്ടിയുള്ള സ്ത്രീകരെ കൊണ്ട് പ്രേമിച്ചു. ഇരുട്ടടിയിട്ടതാ, ഇങ്ങനെ ആയിപ്പോയി. അയ്യോ, എന്ത് മരുന്നത്? ഇത് ക്ഷീണം മാറാനുള്ളതാ. സിസ്റ്റർ അറിയുമോ പ്രഭാകരൻ സാറിന്? വലിയ നാടകനാ. ഇതിപ്പം കൂടെ പ്രഭാകരൻ വരില്ലേ? എന്നും നാടകം 2-3 കളി ഉണ്ടാവും. ഉറക്കം ഇളച്ചളച്ചളച്ച് ഇങ്ങനെ ആയി പോയതാ. സാർ ഇവിടെ കിടന്നു, ഞാനിപ്പോ വരാം. തോസൂടി ജോർജ് ഇവിടെ വന്നേ. വരാൻ വന്നേ. നിങ്ങൾ ഈ സാറിനെ അറിയോ? നാടകക്കാരനാ. അകലെ അമേരിക്കയിലേക്കെന്ന നാടകത്തിലെ ഡോക്ടർ മാത്യൂസ്. എന്താ കലക്ക്. നിങ്ങളിത് വെച്ചോളൂ. ഞാൻ ഇന്നവരെ കൈക്കൂലി വാങ്ങിച്ചിട്ടേ ഉള്ളൂ, കൊടുത്തിട്ടില്ല. ആദ്യമായിട്ട് തരികയാണ്. എന്താണെന്നറിയാമോ? ഡോക്ടർ ഒന്നും അറിയണ്ട, നമുക്ക് ഈ സാറിന് ഒരു ഉഗ്രൻ ഷോക്ക് കൊടുക്കണം. അയ്യോ, ഷോക്കോ? ഇറങ്ങിപ്പോടുന്നു. പ്രാന്തില്ലാത്ത എന്നെ നിങ്ങളൊക്കെ കൂടി പ്രാന്തനാക്കും. ഡോക്ടർ എനിക്ക് ഷോക്ക് തരാൻ പോകുന്നേ. ഓടിവായോ,
എന്താ? കൊല്ലും ഞാൻ എല്ലാത്തിനും. എനിക്ക് ഷോക്ക്. മോളെ എനിക്ക് മുമ്പാണ് ഷോക്ക് തരാൻ പോകുന്നു. അയ്യോ നീ വന്നേ. ആ ചെല്ലു ചെല്ലു. നീ ഒരു മിനിറ്റ്. അതല്ല ആ തടിയുള്ള ചേട്ടൻ. വാ. പിന്നെ അതെ അതെ ഈ നാടക ക്യാമ്പിൽ ഇസ്ത്രി ഇട്ടോണ്ടിരുന്നപ്പോ ഷോക്ക് അടിച്ച അവൻ ഇങ്ങനെ ആയത്. ഡോക്ടർക്ക് പോലും ഈ വിവരമില്ല. അതുകൊണ്ട് ഇനി ഷോക്ക് അടിപ്പിച്ച അവന്റെ വട്ട് കൂടും. ഈ കൈക്കൂലി വെച്ചോ. എടാ ആ പോയവനെ പിടിച്ച് അകത്തിടാൻ വല്ല മാർഗോട്ടോ നോക്ക്. അല്ലെങ്കിൽ അവനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഷോക്ക് അടിപ്പിച്ച് കൊല്ലും. നീ പേടിക്കാതിരിക്കെ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങാം. മുങ്ങാം. പക്ഷെ പൊങ്ങുന്ന യമുനയുമായിട്ടായിരിക്കണ്ടേ? അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതിന് എന്നെ ഇവിടെ നിന്ന് ആദ്യം ജനറൽ വാർഡിലേക്ക് മാറ്റാനുള്ള ഒരു വഴി നോക്കണം. അത് ഞാൻ ഏറ്റു. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട്. ചളവാക്കരുത്. ഭ്രാന്തന്മാർക്ക് എടുക്കാനുള്ള ഇഞ്ചക്ഷനാണ് എനിക്ക് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. ഭ്രാന്തില്ലാത്തവരെ ഇഞ്ചക്ഷൻ എടുത്തുള്ള അനുഭവം അറിയാലോ. അവനും ഭ്രാന്തനായി മാറും. നീ നാടകത്തിൽ നല്ലൊരു ഭ്രാന്തനായിരുന്നു. യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയി മാറാൻ നോക്ക്. ഓൾ ദി ബെസ്റ്റ്. നീ എന്താ എന്നെ തെറി വിളിക്കാത്തത്? പോ പോ. സിസ്റ്റർ സിസ്റ്ററിന് എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനാണ് പിണ്ടിമന പോൾരാജ്. പ്രൊഫഷണൽ നാടകരംഗത്ത് ഒരു പ്രഗത്ഭ നടനാണ്. സിസ്റ്ററിന്റെ നാടകങ്ങളൊന്നും കണ്ടിട്ടില്ലേ? ഇല്ല. വസന്ത പൗർണമി രാത്രിയിലെ വേലക്കാരൻ, പ്രഹേളികയിലെ ഇൻസ്പെക്ടർ, നിന്നെയും കൊല്ലും ഞാനും ചാകും എന്ന നാടകത്തിലെ കൊലപാതകി, താരാട്ട് പാടാൻ അമ്മയുണ്ടല്ലോ താളം പിടിക്കാൻ അച്ഛനുണ്ടല്ലോ എന്ന നാടകത്തിലെ അച്ഛൻ. ഡോക്ടറെ കണ്ടില്ലേ? ഇല്ല. പിന്നെ സിസ്റ്റർ കണ്ടിട്ട് പ്രയോജനമില്ലെങ്കിൽ ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു. ഈ അസുഖത്തിന് ആദ്യം ഡോക്ടറെയാണ് കാണേണ്ടത്. അയ്യോ എനിക്ക് അസുഖമൊന്നുമില്ല. എന്റെ സുഹൃത്തിനാണ് അസുഖം. G11 സെല്ലിൽ കിടക്കുന്ന പ്രശാന്ത്. ആദ്യം എല്ലാവരും ഇങ്ങനെയാ പറയുന്നത്. അയ്യോ സത്യമായിട്ട് എനിക്കൊന്നുമില്ല. എന്നെ വിശ്വസിക്കൂ. ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു ജാതിയല്ലേ. സിസ്റ്റർ ക്രിസ്ത്യാനിയല്ലേ? ഞാനും ക്രിസ്ത്യാനിയാ. ഒരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. എന്റെ സുഹൃത്തിന് അസുഖം വളരെ കുറവുണ്ട്. ഇവിടെ കിടക്കുന്ന രോഗിയിൽ ഏറ്റവും നോർമൽ അവനാ. സിസ്റ്റർ ഡോക്ടറോട് പറഞ്ഞ് അവനെ ജനറൽ വാർഡിലോട്ട് മാറ്റി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഞാൻ ഡോക്ടറോട് പറയാം. പറഞ്ഞാൽ പോരാ, സാധിച്ചു തരണം. നമ്മളൊക്കെ ക്രിസ്ത്യാനികളല്ലേ സിസ്റ്റർ, പ്ലീസ്. ഈ ജാതിയും മതവും പറഞ്ഞ് കാര്യം സാധിക്കാൻ നോക്കണ്ട. ഞാൻ ഡോക്ടറോട് പറയാന്ന് പറഞ്ഞില്ലേ?